ദാഹിക്കുന്നവനെല്ലാം എങ്കിൽ നിന്ന് വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. നമ്മുടെ ദൈവം തൃപ്തിപ്പെടുത്തുന്നവനാണ്. സന്തോഷത്തോടെ എന്ന് പറയാമോ, എനിക്ക് തൃപ്തി വരും. ആമേൻ. അതൃപ്തികളുടെ ലോകത്ത് അതൃപ്തിപരമായ മനോഭാവമുള്ളവരുടെ നടുവിൽ ജീവിക്കുമ്പോൾ നമ്മൾക്ക് സംതൃപ്തി നൽകുന്ന ഒരു കർത്താവാണ് നമ്മുടെ കൂടെ ഉള്ളത്. താങ്ക് യു ജീസസ്. ഇവിടെ ഉത്സവത്തിൻ്റെ മഹാദിനമായ 8ാം നാളിലാണ് ഈ വിഷയം യേശു സംസാരിക്കുന്നത്. ഉത്സവം കഴിഞ്ഞ ഒരു 7 ദിവസമായിട്ട് നീണ്ടു നിൽക്കുന്ന 7-8 ദിവസങ്ങളായിട്ട് തീരുകയാണ്. ഉത്സവത്തിൻ്റെ ക്ലൈമാക്സ് ആണ്, ഒടുക്കത്തെ ദിനമാണ്. അപ്പോൾ 8ാം നാളിലാണ് യേശുവിൻ്റെ പ്രസ്താവന. അപ്പോൾ ഒരു ഉത്സവം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരു നാട്ടിൽ ഒരു പള്ളിയിൽ പെരുന്നാൾ നടക്കുന്ന, ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന, ഒരു നാട് ഉണരുകയാണ്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉത്സവം അങ്ങോട്ട് അരങ്ങേറി നിൽക്കുമ്പോൾ ഉത്സവത്തിൻ്റെ ഒരു പ്രതീതി അറിയാമല്ലോ. ആൾക്കാരുടെ വരവും പോക്കും സന്തോഷവും അട്ടഹാസങ്ങളും വാണിജ്യങ്ങളും പരിചയം പുതുക്കലും ബന്ധം പുതുക്കലും പുതിയ ആഹാരം കഴിക്കലും സകല പരിപാടിയുമുണ്ട്. ഇങ്ങനെ ഈ പറയുന്ന വിധത്തിൽ ഉത്സവം അരങ്ങേറി നിൽക്കുമ്പോൾ ആ ഉത്സവത്തിൻ്റെ ഹർഷോന്മാദം വിതറുന്ന പ്രത്യേക അന്തരീക്ഷത്തിൽ, ആഹ്ലാദാരവങ്ങൾ ഉയർന്നു നിൽക്കുന്ന പ്രത്യേക അന്തരീക്ഷത്തിൽ മനസ്സിനകത്ത് അപ്പോഴും ശമിക്കാത്ത ദാഹങ്ങളുമായി നടക്കുന്ന ചിലരെ യേശു കാണുകയാണ്. ഇതൊന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ജീവിതത്തിൽ ഒരുപാട് സന്തോഷിക്കാനുള്ള വകയുള്ളപ്പോഴും ഉള്ളു തുറന്ന് ആനന്ദിക്കാൻ കഴിയാത്ത ചില പ്രത്യേക മേഖലകളുണ്ട്. ജീസസ് നമുക്കറിയാം, ഒരു കുഴപ്പമില്ല ചിലരെ കാണുമ്പോൾ. പക്ഷേ അവരോട് അടുക്കൽ അല്പനേരം ഇരിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും അവരുടെ അകത്തിരിക്കുന്ന ആ ഒരു പെയിൻ. എനിക്കത് മനസ്സിലാകാറുണ്ട്. കാരണം ദൈവകൃപയാൽ നമ്മുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നിരിക്കുമ്പോൾ അവൻ്റെ എത്ര വലിയ വെളിപ്പെടുത്താത്ത നീറുന്ന പ്രശ്നമാണെങ്കിലും കർത്താവ് ആ കാര്യത്തെക്കുറിച്ച് എനിക്കൊരു ബോധ്യം തരാറുണ്ട്. അപ്പം അവരെത്ര ചിരിയുടെ മറശീലയിട്ട് അവരുടെ അകത്തെ ദുഃഖത്തെ എല്ലാം അവരിങ്ങനെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും അതിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഉള്ളിലിരിക്കുന്ന ആ ദുഃഖത്തിൻ്റെ നെരിപ്പോടിനെ കർത്താവ് ഇങ്ങനെ തൊടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളോട് ഇന്ന് പകൽ സന്തോഷത്തോടെ ഞാൻ പറയുന്നു, എന്തിൻ്റെ പേരിൽ നിരാശപ്പെടുന്നതെങ്കിലും ആ നിരാശയെ സന്തോഷമാക്കാൻ യേശു പറഞ്ഞതുപോലെ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. നിങ്ങളിപ്പോൾ ദുഃഖിച്ച് വിലപിക്കുന്നു, പക്ഷെ നിങ്ങളുടെ ആ ദുഃഖം സന്തോഷമായി തീരും. ആഘോഷാരവങ്ങളുടെ ഇടയിൽ ദാഹം ശമിക്കാത്ത ഹൃദയങ്ങൾ ഇവിടെയുണ്ട്. കർത്താവ് ഇത് പറയുമ്പോൾ ഒരു പ്രത്യേക ചടങ്ങ് അവിടെ നടക്കുകയാണ്. കാരണം ഉത്സവം തീരുന്ന ദിവസമല്ലേ. ലേവി പുരോഹിതന്മാരെല്ലാം 100 എന്നാണ് നിൽക്കുന്നത്. കാരണം വലിയ ചടങ്ങ്, ഇനി അടുത്ത വർഷമേ ഇതുള്ളൂ. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, മഹാപുരോഹിതനൊരു സ്വർണ്ണക്കുടവുമായി താഴത്തെ ശീലോഹം കുളത്തിൽ ചെന്നിട്ട് സ്വർണ്ണക്കുടത്തിൽ ഇങ്ങനെ വെള്ളം കോരിക്കൊണ്ട് വരും. വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ജനമെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഈ ദേവാലയത്തിൻ്റെ തിരുനടയിൽ നിന്ന് യാഗവേദിയെ നനച്ചിട്ട് അവസാനത്തെ കുടം വെള്ളം ഇങ്ങനെ യാഗവേദി ഈ തിരുനടയിലൂടെ താഴേക്ക് ഒഴുക്കും. ഈ സ്വർണ്ണക്കുടത്തിലെ വെള്ളം ഇങ്ങനെ താഴേക്ക് ഒഴുകി വരുമ്പോൾ പുരോഹിതൻ ബ്ലസ് ചെയ്യും ജനത്തെ. ഇതിനാൽ നിങ്ങൾ സംതൃപ്തരാകട്ടെ. ഈ വിധത്തിൽ ഒരു പ്രത്യേക അനുഗ്രഹം അങ്ങോട്ട് ലഭിച്ചു കഴിയുമ്പോൾ പിന്നീട് യാഗപീഠത്തിൽ വീഞ്ഞും വെള്ളവും പ്രത്യേകമായിരിക്കുന്ന വൃക്ഷത്തിൻ്റെ കൊമ്പുകളുമെല്ലാം അടുക്കി വെച്ചുള്ള പ്രത്യേകമായൊരു ശുശ്രൂഷ അവിടെ നടക്കുമ്പോൾ ഹോസന്നായുടെ പ്രത്യേക സ്തുതികൾ അവിടെ ഉയരുന്ന ആ ഒരു പ്രത്യേക നിമിഷത്തിൽ ഈ ശുശ്രൂഷയുടെ ഇടയിൽ ഒരു അല്പസമയം ഒരു നിശബ്ദതയുണ്ട്. നിശബ്ദത എന്ന് പറഞ്ഞാൽ അതുവരെ ജനമെല്ലാം ഇങ്ങനെ മിണ്ടിയും പറഞ്ഞു ഇരിക്കുകയാണെങ്കിൽ ആ സൈലന്റ് ടൈമിൽ ആരും മിണ്ടുകയില്ല. കാരണം അത് ആ ശുശ്രൂഷയുടെ ഏറ്റവും പ്രഥമമായ നിമിഷമാണ്. കാരണം ഈ കർമ്മത്തിനിടയിൽ ആരും സംസാരിക്കാൻ പാടില്ല. ആ നിശബ്ദത എന്തിനു വേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്നുള്ളത് അവർക്ക് ആർക്കും അറിയത്തുമില്ല. ഈ നിശബ്ദത എന്തിനു വേണ്ടിയാണ് ഒരുക്കിയിരിക്കുന്നതെന്നുള്ളത് ചരിത്രത്തിൽ ആർക്കും അറിയത്തില്ല. എങ്ങനെയോ ഈ ഒരു നിശബ്ദത ഈ ആചാരത്തിൻ്റെ ഇടയിൽ കടന്നുകൂടിയതാണ്. അപ്പോൾ യാഗവേദിയെ നനച്ചിട്ട് സ്വർണ്ണക്കുടത്തിലെ വെള്ളം ഇങ്ങനെ തിരുനടയിലൂടെ താഴേക്ക് ഒഴുക്കിയിട്ട് പുരോഹിതൻ അനുഗ്രഹം പകർന്നിട്ട് ഇങ്ങനെ നിശബ്ദമായിട്ട് ഇങ്ങനെ കുറച്ചു നേരം നിൽക്കുമ്പോൾ കാലാകാലങ്ങളായി പൈതൃകങ്ങളായി ഇങ്ങനെ തുടരുന്ന ഈ ആചാരത്തിൻ്റെ ഇടയിലെ നിശബ്ദതയുടെ കാരണം മാത്രം എന്തെന്നറിയാതെ ഇവരിങ്ങനെ തുടർന്നുകൊണ്ട് ഇപ്പോഴും അവർ ആ നിശബ്ദത ഇങ്ങനെ തുടരുന്ന ആ സമയത്ത് ആ നിശബ്ദത എന്ന് പറയുന്ന പ്രത്യേകമായ ആ ശുശ്രൂഷ അവരുടെ ആചാരത്തിനിടയിൽ വരാൻ കാരണമായതിൻ്റെ പൊരുൾ അവിടെ വെളിപ്പെടുകയാണ്. കൂടിയിരിക്കുന്ന ഉത്സവത്തിലെ മഹാജനങ്ങളെ മുഴുവൻ നിശബ്ദരാക്കുവാനും പുരോഹിതരെ നിശബ്ദരാക്കുവാനും
ഇത്തരത്തിൽ സകലർക്കും ഒരു നിശബ്ദത ഒരുക്കിക്കൊണ്ട് ആ നിശബ്ദതയുടെ നടുവിൽ ഒരു പ്രസ്താവന മുഴക്കുവാൻ മിശിഹ വരും. മിശിഹ ഒരു പ്രസ്താവന നടത്തും. ആ പ്രസ്താവനയുടെ സമയമാണ് ഇനി വരാനിരിക്കുന്നത്. ഇത്തവണത്തെ ഉത്സവത്തിന് എല്ലാവരും വട്ടം കൂടി. നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും വന്നു. ലോകത്തിന്റെ നാനാഭാഗത്തുള്ള പുരുഷന്മാരെല്ലാവരും എത്തി. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേട്ടോ, ഈ വചനം നിന്റെ ഉള്ളിലോട്ട് കത്തട്ടെ. യാഗവേദിയിലെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് മഹാപുരോഹിതനടക്കം എല്ലാവരും നിശബ്ദമായി നിൽക്കുമ്പോൾ ആ യാഥാർത്ഥ നിശബ്ദതയുടെ രഹസ്യം അവിടെ റിവീൽ ചെയ്യുകയാണ്. പുരുഷാരം മൗനമായി നിൽക്കുന്ന ആ വേളയിൽ, ഹല്ലേലൂയ, പുരോഹിതന്മാർ നിശബ്ദരായി നിൽക്കുന്ന ആ വേളയിൽ, ദിഗന്ധങ്ങൾ പിളരുമാർ ശബ്ദമുയർത്തിക്കൊണ്ട് ഉള്ളുപൊട്ടുന്ന വേദനയിൽ എന്നതുപോലെ കണ്ണുപോലും നിറഞ്ഞൊഴുകുമാറ് യേശു നിലവിളിച്ചുകൊണ്ട് പറഞ്ഞെന്നാണ് ഭാഷാന്തരത്തിൽ കൊടുത്തിരിക്കുന്നത്. നിലവിളിച്ചുകൊണ്ട് പറയുന്ന ആ ഒരു വൈകാരികതയിൽ യേശു ഉള്ളു തുറന്നു പറയുകയാണ്, ദാഹിക്കുന്നവനെല്ലാം എങ്കിൽ നിന്ന് വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഹല്ലേലൂയ. നോക്കൂ, ആ നിശബ്ദത എന്തിനാണ്? പരിശുദ്ധാത്മാവിനെ, വരാനിരിക്കുന്ന കാര്യസ്ഥനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് യേശു നൽകുന്ന ഒരു ഇൻട്രോയാണ് അവിടെ നടക്കുന്നത്. ജീസസ് എന്തിനാണ് ഈ ആചാരത്തിന് നടുവിൽ അല്പനേരത്തെ നിശബ്ദത ഒരുക്കിയത്? മറ്റൊന്നിനുമല്ല, വരാനിരിക്കുന്ന മിശിഹ അവൻ വന്നു നിന്നിട്ട് ആ നിശബ്ദതയുടെ നടുവിൽ ആ നിശബ്ദതകളെ ഭേദിച്ചുകൊണ്ട് ഞങ്ങളോടൊരു സാക്ഷ്യം പറയും. ആ സാക്ഷ്യം ഞങ്ങൾ ഞങ്ങളുടെ കാതുകൾ കൊണ്ട് കേൾക്കും. ഇപ്പോൾ ഇതേ ആ സാക്ഷ്യം കേൾക്കുകയാണ്. എന്താണ് ആ സാക്ഷ്യം? ആ സാക്ഷ്യം തന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകുമാറ്, അവരുടെ അന്തർദാഹങ്ങളെ തീർക്കുമാറ് പരിശുദ്ധാത്മദാനത്തിന്റെ ഉറവയായി ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നു നിൽക്കുന്നു എന്നുള്ളതായ യാഥാർത്ഥ മിശിഹയുടെ സ്നേഹദൂതാണത്. പ്രൈസ് ദി ലോർഡ്. യേശു പറയുന്നു, എന്നിൽ നിന്നും കുടിക്കുക. മോശ മുതൽ തുടങ്ങി വെച്ചതായ ആചാരങ്ങളാൽ തൃപ്തിപ്പെടാത്ത ദാഹം നിനക്കില്ലേ? ഹല്ലേലൂയ. ദേവാലയ സദസ്സുകൾക്കകത്ത് പോയി ഭക്തിസാന്ദ്രമായി നിന്നിട്ടും ശമിക്കാത്തൊരു ആത്മദാഹം ദൈവവൈതലേ നിനക്കില്ലേ? ഹല്ലേലൂയ. വിവിധ ആചാരങ്ങളിൽ പങ്കുചേർന്നിട്ടും എന്തോ ഒരു ശൂന്യതാബോധം നിന്നെ അലട്ടുന്നില്ലേ? ജീസസ്. ഹല്ലേലൂയ. മഹാപുരോഹിതനോട് ചേർന്ന് നിന്നിട്ടും എന്തോ ഒരു ശൂന്യതാബോധം നിന്റെ ഉള്ളിൽ കത്തുന്നില്ലേ? എന്താണ് അതിന്റെ കാരണമെന്നറിയാമോ? ആ ശൂന്യതാബോധം പിടിപാടുകൊണ്ട് നികത്താൻ കഴിയില്ല. ആ ശൂന്യതാബോധം പദവികൾ കൊണ്ട് നികത്താൻ കഴിയില്ല. ആ ശൂന്യതാബോധം പാരമ്പര്യങ്ങളുടെ മഹിമയാൽ മൂടാൻ പറ്റത്തില്ല. ആ ശൂന്യതാബോധം നിന്റെ ഉള്ളിൽ നികന്നു വരണമെങ്കിൽ ജീവജലത്തിന്റെ ഉറവ അവിടെ ഒഴുകി നിറയണം. പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിന്റെ ഉറവ അവിടെ നിറഞ്ഞ് തുളുമ്പണം. അപ്പോൾ മാത്രമേ ഉള്ളിൽ പേറുന്ന ശൂന്യതകൾക്ക് പരിഹാരമാവുകയുള്ളൂ. പരിശുദ്ധാത്മാവിന് പകരം വെക്കാൻ ഇഹലോകത്തിൽ ഒന്നുമില്ല. പരിശുദ്ധാത്മാവിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ല. താങ്ക് യു ജീസസ്. യേശു പറയുന്നു, ശമിക്കാത്ത ദാഹികളെ, അന്തർദാഹികളെ, തൃപ്തി അടയാൻ കഴിയാതെ പോയവരെ, നിങ്ങളുടെ സംതൃപ്തിയുടെ നിമിഷമാണിത്. നിങ്ങളുടെ ദാഹങ്ങളുടെ പൂർത്തീകരണ വേളയാണിത്. വരിക, എന്നിൽ നിന്നും സൗജന്യമായി കുടിക്കുക. എന്നിൽ നിന്നും കുടിക്കുക. ദാഹിക്കുന്നവനെല്ലാം എന്നിൽ നിന്ന് വന്ന് കുടിക്കട്ടെ. എന്താണ് ദാഹം? ഒരു മരുഭൂമിയിലൂടെ അല്ല, നല്ല നട്ടുച്ച വെയിലത്ത്, ആ വെയിലും കൊണ്ട് ഒരു വഴിയിലൂടെ നിങ്ങൾ നടക്കുകയാണ്. ഒരു മറയുമില്ലാതെ ആ സൂര്യവെളിച്ചം മുഴുവൻ നിങ്ങളുടെ ദേഹത്തോട്ട് ഇങ്ങനെ പെയ്തിറങ്ങുന്നുണ്ട്. ജീസസ് ആ സൂര്യൻ്റെ വെള്ളി വെളിച്ചത്തിൽ ഇങ്ങനെ അങ്ങോട്ട് നടന്നു നീങ്ങുമ്പോൾ, കുറച്ച് ദൂരം അങ്ങോട്ട് ചെല്ലുമ്പോൾ കടൽ വാർന്നൊഴുകുന്നത് പോലെ നിങ്ങളുടെ ശരീരം വിയർക്കുവാൻ തുടങ്ങും. ജലം ഇങ്ങനെ വാർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ തൊണ്ട പറയും, വെള്ളം വെള്ളം വെള്ളം. അപ്പോൾ ഒരാൾ പറയാണ്, ഞാനൊരു ഫലിതം പറയട്ടെ. അന്നേരം നിങ്ങളുടെ ശരീരം പറയും, ഫലിതമല്ല എനിക്ക് വേണ്ടത്, എനിക്ക് വേണ്ടത് ജലമാണ്. അപ്പോൾ മറ്റൊരാൾ ചോദിക്കും, ഞാനല്പം പണം തരട്ടെ. അപ്പോൾ നിങ്ങളുടെ ശരീരം പറയും, എനിക്ക് വേണ്ടത് പണമല്ല, എനിക്ക് വേണ്ടത് ജലമാണ്. ഒന്നിനാലും തൃപ്തിയടയാൻ കഴിയാതെ വണ്ണം നീ ഇപ്പോൾ എന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മറ്റൊന്നിനാലും തൃപ്തിപ്പെടുത്താൻ കഴിയാതെ വണ്ണം എൻ്റെ ശരീരം അനുഭവിക്കുന്ന അത്യാവശ്യത്തിൻ്റെ, അടിയന്തര ആവശ്യത്തിൻ്റെ പേരാണ് ദാഹം എന്ന് പറയുന്നത്. യേശു ആ പദത്തെയാണ് ഇങ്ങ് എടുത്തത്.
പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുന്നവർ അവിടെ നിന്ന് നിൽക്കുക. ആഗ്രഹിക്കുന്നവരെക്കാൾ അതിയായി ആഗ്രഹിക്കുന്നവർ ഒരു പടി മുന്നോട്ട് കയറുക. അതിയായി ആഗ്രഹിക്കുന്നവരെക്കാൾ അത് വേണമെന്ന് വാശി പിടിക്കുന്നവർ അടുത്ത ചുവട് കയറുക. വാശി പിടിക്കുന്നവർ കൂട്ടത്തിൽ നിന്ന് എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നവർ അടുത്ത ചുവട് വെക്കുക. കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് എനിക്ക് ഈ നിമിഷം തന്നെ വേണമെന്ന് പറയുന്നവർ മുന്നോട്ട് വരിക. കണ്ടോ ദാഹത്തിന്റെ ഓരോ പടികൾ. പല ആഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒരു ആഗ്രഹമായി നീ പരിശുദ്ധാത്മാവിനെ കൊതിച്ചാൽ അതിന്റെ പേര് ദാഹമെന്നല്ല, ജീസസ്. ഈ നിമിഷം എനിക്ക് ദൈവത്തിന്റെ ആത്മാവിനാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതായ അടിയന്തരമായ ഒരു ആവശ്യബോധം ദൈവപൈതലേ നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ യേശു വിളിക്കുന്നത് നിന്നെയാണെന്ന്. ജീസസ്. ജീവിതത്തിന്റെ ഉത്സവങ്ങളുടെ നടുവിൽ ശമിക്കാത്ത ദാഹവുമായി നടന്നു നീങ്ങുന്നവരെ കടന്നു വരിക, കടന്നു വരിക, കടന്നു വരിക. ആഘോഷങ്ങൾക്കും ഉത്സവങ്ങൾക്കും ശമിപ്പിക്കാൻ കഴിയാത്ത ദാഹത്തെ ശമിപ്പിക്കുന്നൊരു ഉറവയെ ഞാൻ നിങ്ങളിലേക്ക് തുറന്നു തരാം. അവന്റെ പേര് പരിശുദ്ധാത്മാവെന്നാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവേ, അങ്ങയാൽ മാത്രം ഞാൻ സംതൃപ്തനാകുന്നു. വിശുദ്ധ ജീവജല ഉറവയെ, നിന്നാൽ മാത്രം ഞാൻ ബലവാനാകുന്നു. നീ എൻ്റെ അടിയന്തര ആവശ്യമാണ്. നിനക്ക് പകരം വെക്കാൻ മറ്റൊന്നുമില്ലാതെ വണ്ണം നീ എൻ്റെ ജീവിതത്തിന്റെ അടിയന്തര ആവശ്യമായി മാറുകയാണ്. നിനക്ക് തുല്യത പ്രാപിപ്പാൻ കഴിയുന്നത് ഒന്നുമില്ലാത്തതാകയാൽ ഞാൻ നിന്നെ അതിയായി ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവേ, എന്നിലേക്ക് ഒഴുകി ഇറങ്ങണമേ, എന്നിലേക്ക് ഒഴുകി ഇറങ്ങണമേ. ഞാൻ നിനക്ക് വേണ്ടി ദാഹിക്കുന്നു. ഇത്തരത്തിൽ ഇന്ന് രാവിലെ ഉള്ളു തുറന്ന ആത്മാവിന് വേണ്ടി ദാഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇന്ന് രാവിലെ യേശു ഈ വാക്ക് പറയുന്നത്. ദാഹിക്കുന്നവർക്ക് തൃപ്തി വരുത്തുന്ന ഒരു ഉറവ എൻ്റെ കയ്യിലുണ്ട്. ജീസസ്. യേശു വളരെ വൈദഗ്ധ്യത്തോടെയാണ് ഇത് സംസാരിക്കുന്നത്. കാരണം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ആദ്യത്തെ പ്രസംഗം മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിലാണ് കാണുന്നത്. 5-ാം അധ്യായത്തിലെ പ്രഭാഷണ വേളയിൽ യേശു ആദ്യം പറഞ്ഞു തുടങ്ങി ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. പിന്നെ താഴോട്ട് വരുമ്പോൾ യേശു ദാഹത്തെക്കുറിച്ച് പറയുന്നു. നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആ പദം ഇങ്ങോട്ട് എടുക്കുമ്പോൾ കാണാം, അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് കാണാൻ കഴിയും, ദൈവത്തിന്റെ രാജ്യം ഭക്ഷണം പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും. അപ്പോൾ നീതി എന്ന് പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിലാലുള്ള സന്തോഷത്തിന്റെ ആ ഒരു തലം അവതരിപ്പിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ദൈവികമായ അംഗീകാരമാണ്. ഒരു കുറ്റവാളിയായി നിൽക്കുന്ന ഒരുവനോട് ഒരു ന്യായാധിപൻ പറയുന്നത് പോലെ, ഇനി നീ തെറ്റുകാരനല്ല, ഇനി നീ കുറ്റക്കാരനല്ല, നിന്റെ ജീവിതത്തിനകത്തെ സകലവിധമായിരിക്കുന്ന ശിക്ഷകളും തീർന്നു, യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്, ഇനി നിനക്ക് പോകാം, നീ സ്വതന്ത്രനാണ്. ഈ നിലയിൽ ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും എനിക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റാണ് നീതീകരണം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നീതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടുവാൻ തക്കവിധം ഞാൻ നീതിക്കായി ദാഹിക്കുമ്പോൾ, ഞാൻ വിശന്ന് ദാഹിക്കുമ്പോൾ, എൻ്റെ ജീവിതം അനീതി നിറഞ്ഞതായ പാപലോകത്തിൽ എൻ്റെ ജീവിതം നീതിക്കായി വിശന്ന് ദാഹിക്കുന്ന കർത്താവേ, എന്നെ തൃപ്തിപ്പെടുത്തണമേ. അത്തരത്തിൽ ദൈവിക നീതിക്കായി ആര് നിലവിളിക്കുന്നുവോ അവർക്ക് തൃപ്തി വരും. പിന്നീട് ഒരിക്കലും അവർക്ക് ദാഹിക്കത്തില്ല. അപ്പോ നമ്മുടെ യേശുവിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ ദാഹമെന്ന വാക്കുണ്ടായിരുന്നു. ശമരിയക്കാരി സ്ത്രീയുടെ അരികിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവളോട് പറയുന്നത്, കുടിക്കാൻ ദാഹിക്കുന്നവനല്ലേ കുടിക്കാൻ ചോദിക്കുന്നത്. ആ കുടം പോലും എടുക്കാൻ നിൽക്കാതെ അവൾ ഓടി, കുടം പോലും എടുക്കാൻ നിൽക്കാതെ. കാരണം അവൾ കണ്ടെത്തി, എന്നോട് ജലം ചോദിക്കുന്നവൻ ഒരിക്കലും ദാഹിക്കാതെ വണ്ണം ജീവിതത്തിനകത്തെ അന്തർദാഹങ്ങളെ ശമിപ്പിക്കുന്ന ജീവജലത്തിന്റെ ഉറവയാണ് ജീസസ്. ജീവജലത്തിന്റെ ഉറവയാണ് അവൻ. എൻ്റെ അരികിൽ വന്ന് വെള്ളത്തെക്കുറിച്ച് എന്നോട് സംസാരിക്കുന്നു. അവൾ കുടം പോലും എടുക്കാതെ ഓടുകയാണ്. ഈ യാക്കോബിന്റെ കിണറിന് തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഒരു ദാഹം നിന്റെ ഉള്ളിലില്ലേ? അതിനെ ശമിപ്പിക്കാൻ എനിക്ക് കഴിയും ജീസസ്. ഈ കിണർ നിനക്ക് പിതാക്കന്മാർ തന്നതാണെന്ന് നീ പറയുന്നു അല്ലേ? പക്ഷേ പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളുടെ ഉറവകൾ ഒഴുകിയിറങ്ങുന്ന ഈ കിണറിന് തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ദാഹം നിനക്കില്ലേ? ആ ദാഹത്തെ തൃപ്തിപ്പെടുത്താൻ എനിക്ക് കഴിയും. ന്യായപ്രമാണത്തിന്റെ ഉറവുകൾക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ദാഹവുമായി ജീവിക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ സകല ദാഹങ്ങളെയും തൃപ്തിപ്പെടുത്താൻ ഈ കൃപയുടെ നീരുറവയ്ക്ക് കഴിയും. അതാണ് യേശു പറയുന്നത്. താങ്ക് യു ജീസസ്. യോഹന്നാൻ 4:14, ഞാൻ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. ഡ്രിങ്ക് ദ ഹോളി സ്പിരിറ്റ്. കുടിക്കുക, കുടിക്കുക, കുടിക്കുക. കോരഹപുത്രന്മാർ പാടി മാന്നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ, ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ഉള്ള ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. അപ്പോൾ അവിടെ ഒരു ദാഹം കാണാം.
ദൈവത്തിനായിട്ടുള്ള ദാഹം. നീർത്തോടുകൾക്ക് വേണ്ടി ഓടുന്ന മാൻപേടയെ പോലെ ദൈവത്തിനായിട്ടുള്ളൊരു ദാഹം എൻ്റെ അകത്തുണ്ടെന്ന്. ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ള നിനക്കായി ദാഹിക്കുന്നു. ദൈവത്തിന് വേണ്ടി ദാഹിക്കുകയാണ്. ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുന്ന 5-ാമത്തെ മൊഴിയും അതാണ്, എനിക്ക് ദാഹിക്കുന്നു. ക്രൂശിൽ കിടന്നുകൊണ്ട് പറയുന്ന 5-ാമത്തെ മൊഴി. ആ മൊഴി പറഞ്ഞ് മരിക്കുമ്പോൾ സ്വന്തം ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ ഉറവയെ ഊറ്റിത്തരുന്ന ഒരു ചിത്രവും കൂടെ കാണുന്നുണ്ട്. ഒരു പടയാളി ഒരു കുന്തം കൊണ്ട് ആ തിരുഹൃദയത്തെ കുത്തി ആ മുറിവിലൂടെ രക്തവും വെള്ളവും പുറപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഉറവ ഒഴുകുകയാണ്, ഹൃദയത്തിൽ നിന്ന് ഉറവ ഒഴുകുകയാണ്. ആ ഉറവ നോക്കണം, ദാഹിക്കുന്നൊരു തൊണ്ട, അതിന് തൊട്ടു താഴെ ഉറവ. ഖലീൽ ജിബ്രാന്റെ ഒരു കഥയിലാണെന്ന് തോന്നുന്നു. ഒരു നദിയുടെ കരയിൽ ഒരു മരത്തിൻ്റെ കൊമ്പിൽ ഒരു കിളിക്കൂട്. ആ കിളിക്കൂടിൽ കുറച്ച് കിളിക്കുഞ്ഞുങ്ങൾ, 3-4 കിളിക്കുഞ്ഞുങ്ങൾ ദാഹജലം കിട്ടാതെ മരിക്കുന്നൊരു ചിത്രം കവി അവതരിപ്പിക്കുന്നുണ്ട്. എത്രയോ വേദനയാണത് വായിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഇതുപോലെ ജീവജലമായിരുന്നിട്ടും കൂടെ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് മരിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ ആ ഒരു മരണവേള നിങ്ങളൊന്ന് കണ്ടേ. എന്തിനാണ് ഇങ്ങനെ മരിക്കുന്നത്? നിനക്ക് ദാഹിക്കാതിരിക്കാനാ, നിനക്ക് ദാഹിക്കാതിരിക്കാനാ, നിന്റെ ദാഹമെല്ലാം ശമിക്കാനാ, നിനക്ക് തൃപ്തി വരാനാണ് ജീസസ്. ഇപ്പോൾ ഇതേ യോഹന്നാൻ 7-ാം അധ്യായത്തിൽ അവിടുന്ന് പറയുന്നു, ദാഹിക്കുന്നവനെല്ലാം എന്നിൽ നിന്ന് കുടിക്കണം. അപ്പോൾ ആത്മാവിന് വേണ്ടിയുള്ള ദാഹം. എന്താണ് ദാഹം? തീവ്രമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ആഗ്രഹമാണ് ദാഹം. പറയൂ, തീവ്രമായി പരിശുദ്ധാത്മാവിന് വേണ്ടി എൻ്റെ ഉള്ളം ആഗ്രഹിക്കുന്നു. അതെ, ഞാൻ ദാഹിക്കുന്നവനാണ്. നിങ്ങൾ ദാഹിക്കുന്നവനാണ്. തീവ്രമായി ചെറിയ തോതിലല്ല, തീവ്രമായി ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് പകൽ ദാഹിക്കുന്നവനാണ്. ഏറ്റവും അടിയന്തര ആവശ്യമായി എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയേ തീരൂ. ഇപ്പോൾ എന്താണ് നിങ്ങളുടെ അടിയന്തര ആവശ്യം? എൻ്റെ അടിയന്തര ആവശ്യം പരിശുദ്ധാത്മാവാണ്. ഐ നീഡ് ഹോളി സ്പിരിറ്റ് ഇമ്മീഡിയറ്റ്ലി. എനിക്ക് പരിശുദ്ധാത്മാവിനെ പെട്ടെന്ന് കിട്ടണം. അത്രമാത്രം വേഗം അടിയന്തര ആവശ്യമായി പരിശുദ്ധാത്മാവിനെ കിട്ടിയേ തീരുവെന്ന് പറയുന്നെങ്കിൽ യേശു പറയുന്ന ദാഹിക്കുന്നവൻ നിങ്ങളാണ്. യേശു വിളിക്കുന്ന ദാഹിക്കുന്നവന്റെ കൂട്ടത്തിൽ ഒന്നാമത് നിൽക്കുന്നയാൾ നിങ്ങളാണ്. അവൻ ആദ്യം നിങ്ങളെയാണ് തൃപ്തിപ്പെടുത്താൻ പോകുന്നത്. താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവിനെ മാത്രം കിട്ടിയാലേ എൻ്റെ ദാഹം അടങ്ങൂ എന്ന് പറയുന്ന ഒരു വല്ലാത്ത ആസക്തി നിങ്ങളിലുണ്ടെങ്കിൽ, ഒരു വിശുദ്ധ ആസക്തി നിങ്ങളിലുണ്ടെങ്കിൽ, ആ പദം അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ഒരു വിശുദ്ധ ആസക്തി നിങ്ങളിലുണ്ടെങ്കിൽ, നിങ്ങളിൽ ഈ വിശുദ്ധ ദാഹത്തെ ഞാൻ